കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കൃപ ചെയ്ത് കഴിഞ്ഞ ആഴ്ച 3-ാം അധ്യായം വരെ നമുക്ക് ഏകദേശം ധ്യാനിപ്പാൻ കൃപ തന്നു. 4-ാം അധ്യായം ഇന്ന് തീർക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് വരാം. ഏകദേശം 37 വാക്യങ്ങളുള്ള ഒരു നീണ്ട അധ്യായമാണ്. അധ്യായം മുഴുവൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത്യാവശ്യമുള്ളത് വായിച്ച് കേൾപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ പഠനത്തിൽ ചിന്തിക്കുകയുണ്ടായി 3 തൊട്ട് 6 വരെയുള്ള അധ്യായങ്ങൾ ജാതീയ ഭരണകൂടത്തിൻ്റെ അവരുടെ ധാർമ്മികവും മതപരവുമായ അവരുടെ സ്വഭാവത്തെ വരച്ചു കാണിക്കുന്നു എന്നുള്ളത് നാം കണ്ടു. പ്രത്യേകിച്ച് അന്ത്യകാലത്തോടടുക്കുമ്പോൾ ജാതീയ രാഷ്ട്രങ്ങളുടെ ആത്മീകമായ നിലവാരവും ധാർമ്മിക നിലവാരത്തെയും വരച്ചു കാണിക്കുന്ന അധ്യായങ്ങളാണ് 3 തൊട്ട് 6 വരെ എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ 3-ാം അധ്യായത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 4-ാം അധ്യായം നമുക്കറിയാം, അത് നെബൂഖദ്നേസർ കണ്ട ഒരു സ്വപ്നവും സ്വപ്നത്തോടുള്ള ബന്ധത്തിൽ തനിക്ക് സംഭവിച്ച 7 വർഷത്തെ തനിക്ക് സംഭവിച്ച ബുദ്ധിഹീനതയുടെ ഫലമായി ഈ വലിയ രാജാവ് ഒരു മൃഗത്തെ പോലെ ജീവിച്ച് കാട്ടുമൃഗങ്ങളോടുകൂടെ 7 വർഷം ജീവിച്ച സംഭവമാണ് ഇവിടെ വരച്ചു തന്നിരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് ആത്മീയമായ പാഠങ്ങളും വളരെ ആവശ്യമുള്ള ആത്മീയ പാഠങ്ങളും അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള കാലഘട്ടത്തെക്കുറിച്ചും കൂടാതെ പ്രവചനപരമായിട്ടുള്ള പഠനവും നമുക്ക് നടത്താൻ കഴിയും. അതിൽ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ഞാൻ എടുത്ത് കാണിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബാബിലോൺ സ്റ്റേറ്റിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ആണ് ഈ 4-ാം അധ്യായം എന്ന് പറഞ്ഞാൽ തെറ്റില്ലേ. ഇത് BC 567 എഴുതിയ ഒരു ഡോക്യുമെൻ്റാണ്. നമ്മൾ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ 3 വാക്യം ഒന്ന് വായിക്കാം. നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്: നിങ്ങൾക്ക് ശുഭം വരുമാറാകട്ടെ. അത്യുന്നതനായ ദൈവം എങ്കിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അവൻ്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ. അവൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വവും അവൻ്റെ ആധിപത്യം തലമുറ തലമുറയായുള്ളതും ആകുന്നു. ഈ ഇൻട്രഡക്ഷനോട് കൂടെയാണ് ആ അധ്യായത്തിൻ്റെ കാര്യങ്ങൾ രാജാവ് കൽപ്പിക്കുന്നത്. ഇത് വാസ്തവത്തിൽ രാജാവ് പറഞ്ഞതും അതുപോലെ ദാനിയേൽ രേഖപ്പെടുത്തി വെച്ച് വിശുദ്ധ രേഖകളിൽ നമുക്കൊരു പാഠമായിട്ട് തന്നിരിക്കുന്ന ഭാഗമാണ്. മാത്രമല്ല, ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇത് ഒരു പക്ഷെങ്കിൽ വിശ്വാസ ജീവിതത്തോടുള്ള ബന്ധത്തിലും വളരെ പ്രധാനമായിട്ടത് കാണുവാനായിട്ട് പഠിക്കുവാനായിട്ട് ആവശ്യമാണ്. കാരണം ഇത് സംഭവിച്ച ചരിത്രം നമുക്കറിയാം. രാജാവ് വലിയവനാണ്, സർവ്വലോകത്തിൻ്റെ അധിപനാണ്, ഉലകത്തെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവനെ ഉയർത്തിയ ഒരു രാജാവ്. അവനൊന്നും ഇനിയും ആവശ്യമില്ലാതെ വണ്ണം ശത്രുക്കളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനിയും അവൻ ഇതിൽ കൂടുതൽ ഉയരേണ്ട ആവശ്യമില്ല. അത്രത്തോളം ഉയർന്ന് സകല രാജ്യങ്ങൾക്കും മേലായ അധികാരം ലഭിച്ച് ഔന്നത്യത്തിലേക്ക് ദൈവം ഉയർത്തിയ ഒരു രാജാവ്. എന്നാൽ ഈ രാജാവ് ദൈവത്തെ വേണ്ടവണ്ണം അറിഞ്ഞില്ലേ. ഞാൻ ആ ചില ചാപ്റ്റേഴ്സിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാം. ദൈവം പലപ്പോഴും ഇടപെട്ടിട്ടും ദൈവത്തെ വേണ്ടവണ്ണം മാനിച്ചില്ല, ദൈവത്തെ വേണ്ടവണ്ണം ഹൃദയത്തിൽ കൈക്കൊണ്ടില്ല. നമ്മൾ നേരത്തെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ രാജാവ് മാനസാന്തരപ്പെട്ടവനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. മാനസാന്തരപ്പെട്ടില്ലേ? കാരണം ഈ 4-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു, തൻ്റെ ഹൃദയത്തിന് രൂപാന്തരം സംഭവിച്ചില്ല. എന്നാൽ ഈ 4-ാം അധ്യായത്തിൽ വന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു കൽപ്പനയുണ്ടായി. ദൂതന്മാർ കടന്നു വന്ന് ഈ രാജാവിനോട് ഇടപെട്ട കാര്യമാണ്. എന്നാൽ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് 12 മാസം മുമ്പ് രാജാവിന് ആ ദർശനം കൊടുത്തു. അതും ശ്രദ്ധേയമാണ്. 12 മാസം മുമ്പ്. നമ്മളതിൻ്റെ 29-ാം വാക്യം നോക്കിയാട്ടെ, 28 തൊട്ട് വായിക്കാം. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നു ഭവിച്ചു 12 മാസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങുമ്പോൾ നോക്കുക, രാജാവ് കണ്ട ദർശനം വലിയൊരു വൃക്ഷം. ആ വൃക്ഷത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, അത് വായിക്കുന്നു. അതിന് 11-ാം വാക്യം: ആ വൃക്ഷം വളർന്ന് ബലപ്പെട്ട് അത് ആകാശത്തോളം ഉയരുള്ളതും സർവ്വഭൂമിയുടെയും അറ്റത്തോളം കാണുന്നതുമാകുന്നു. അതിൻ്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധീയമായിരുന്നു. എല്ലാവർക്കും അതിൽ ആഹാരമുണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങൾ അതിൻ്റെ കീഴെ തണലിളച്ചു. ആകാശത്തിലെ പക്ഷികളും അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു. സകലജടവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോകുന്നു. വലിയൊരു വൃക്ഷവും ആ വൃക്ഷത്തോടുള്ള ബന്ധത്തിൽ ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച വൃക്ഷത്തിൻ്റെ ദർശനമാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു അതിൻ്റെ 13-ാം വാക്യത്തിൽ: കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാൻ കണ്ടു. അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്: ഈ വൃക്ഷത്തെ മുറിച്ച് കളയുവാനായിട്ട് ദൂതൻ കൽപ്പിക്കുകയാണ്. അതിൻ്റെ ശേഷം സംഭവിച്ച കാര്യങ്ങൾ
ഈ ദർശനം കൊടുത്ത് താൻ പരവശനായി, താന് പഴയതുപോലെ തന്നെ ഈ മന്ത്രവാദികളെയും മറ്റും വിളിച്ചും ആലോചന, ഇതിന്റെ വ്യാഖ്യാനം ശ്രദ്ധിച്ചിട്ട് മനസ്സിലാകാതെ വന്നിട്ട് അവസാനം ദാനിയേലിനെ വിളിച്ച് ഈ കാര്യം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എന്നിട്ടും ഹൃദയം താഴ്ത്തിയില്ലേ. 12 മാസം കൂടെ കഴിഞ്ഞ ശേഷം, 29-ാം വാക്യത്തിൽ 12 മാസം കൂടെ കഴിഞ്ഞ ശേഷം തൻ്റെ ഹൃദയം ഏറ്റവും നിഗളിച്ചൊരു സന്ദർഭമുണ്ടായി. ആ സാഹചര്യം നമുക്ക് പിന്നീട് നോക്കാം. ഏറ്റവും നിഗളിച്ചു. ഈ നിഗളിച്ച സന്ദർഭത്തിൽ ഈ ദൂതൻ വന്ന് കാണിച്ചു കൊടുത്ത ദർശനം അല്ലെങ്കിൽ പറഞ്ഞ കൽപ്പന, വിധി പെട്ടെന്ന് സംഭവിക്കുകയും തൻ്റെ സുബോധം നഷ്ടപ്പെട്ട് ഒരു മൃഗമനുഷ്യനായി താൻ മാറുകയാണ്. കാട്ടുമൃഗങ്ങളോടൊത്ത് നഖങ്ങളൊക്കെ വളർന്ന്, പക്ഷികളെ പോലെ ദേഹത്ത് തൂവലുകളൊക്കെ വളർന്ന്, മഞ്ഞുകൊണ്ട് 7 വർഷം കാട്ടിലെ മൃഗത്തോടുകൂടി രാജാവ് വസിക്കുകയാണ്. ഇത് സംഭവിക്കുമെന്നുള്ളത് 12 മാസം മുമ്പ് മുന്നറിയിപ്പ് കൊടുത്തതാണ്. മാനസാന്തരപ്പെട്ടില്ലേ? അതിൻ്റെ ശേഷം ഈ 7 വർഷം കഴിഞ്ഞിട്ട് രാജാവിന് യഥാസ്ഥാനം ഉണ്ടാകുന്നു. അതെപ്പോഴുണ്ടായെന്ന് ചോദിച്ചാൽ, താൻ സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. മഹത്വപ്പെടുത്തിയപ്പോൾ യഥാസ്ഥാനം ഉണ്ടായി. യഥാസ്ഥാനപ്പെട്ട് രാജ്യത്ത് വീണ്ടും ഭരണം നടത്തി 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഈ രാജാവ് മരിച്ചുപോയി. അതായത് രാജാവ് നെബൂഖദ്നേസർ രാജാവ് മരിക്കുന്നതിന് 1 വർഷം മുമ്പ് തനിക്ക് യഥാസ്ഥാനം ഉണ്ടായി. 7 വർഷം ദൂതൻ പറഞ്ഞ പോലെ താൻ കാട്ടുമൃഗങ്ങളോടൊത്ത് ജീവിച്ചിട്ട് യഥാസ്ഥാനം ഉണ്ടായി. 1 വർഷം കൂടെ സുബോധത്തോടെ ജീവിച്ച് ഭരണം നടത്തിയിട്ട് താന് മരിച്ചുപോയി. ഈ സംഭവം നമ്മൾ ഓർത്തതുപോലെ ബാബിലോണിയൻ സ്റ്റേറ്റ് ഡോക്യുമെന്റ്സിൽ കുറിച്ചു വച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ദാനിയേൽ അത് ദൈവജനത്തിന് മുന്നറിയിപ്പിനായി ദൈവത്തിൻ്റെ അരുളപ്പാടിൽ അത് ഉൾപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നു. നമ്മൾ ഈ ഭാഗം ഞാൻ വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് നോക്കാം. 17-ാം വാക്യത്തിൻ്റെ അവസാനം, ഇതൊക്കെ സംഭവിച്ചതും ഇതെന്തിന് എഴുതി തന്നു എന്ന് ചോദിച്ചാൽ, ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന്, that the living might know. ഈ ബാബിലോണിയൻ ഡോക്യുമെന്റ്, സ്റ്റേറ്റ് ഡോക്യുമെന്റായി രാജാവ് എഴുതി കൽപ്പന എഴുതി വച്ചിരുന്നത് ദാനിയേൽ ദൈവത്തിൻ്റെ പ്രേരണയാൽ, ദൈവത്തിൻ്റെ ദൈവവിശ്വാസ്യമായി ഈ വാക്കുകളെ തീർത്തുകൊണ്ട് ഈ വചനത്തിൽ എഴുതി നമ്മുടെ കരത്തിൽ തന്നത് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന്. ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരു വസ്തുത അറിയുവാൻ ഇത് എഴുതി തന്നു. എന്താണ് ആ വസ്തുത? ആ വസ്തുത എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ 17-ാം വാക്യം നോക്കിയാട്ടെ. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന്. 26-ാം വാക്യം നോക്കിയാട്ടെ. 26-ന്റെ അവസാനം, വാഴുന്നത് സ്വർഗമാകുന്നു, വാഴുന്നത് സ്വർഗമാകുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മനസ്സിലാക്കണം, ഈ സംഭവം കൊണ്ടും ഈ രേഖപ്പെടുത്തിയ ചരിത്രം കൊണ്ടും ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഒരു കാര്യം മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവമാണ് സകലത്തെയും ഭരിക്കുന്നത്. നമ്മളിവിടെ വായിച്ചതുപോലെ വാഴുന്നത് സ്വർഗമാകുന്നു. വാസ്തവത്തിൽ ദാനിയേൽ പുസ്തകം വീണ്ടും വീണ്ടും നമ്മളെ ഇത് പഠിപ്പിക്കുമ്പോൾ നമുക്കതിൻ്റെ ചില പാഠങ്ങളെടുത്ത് പഠിക്കാം. ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ഈ രാജാവ് ഇവിടെ എഴുതുമ്പോൾ, സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്, നിങ്ങൾക്ക് ശുഭം വർദ്ധിക്കുമാറാകട്ടെ. ഇംഗ്ലീഷിൽ വായിച്ചാൽ, പീസ് ബി മൾട്ടിപ്ലൈഡ് അൺടു യു. അതായത് പുതിയ നിയമ ലേഖനങ്ങൾ എഴുതുമ്പോൾ പൗലോസ് ഇതേ പദം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു, ഇല്ലേ, നിങ്ങൾക്ക് സമാധാനം, കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. ഈ രാജാവിന് ഈ സംഭവം നടന്ന് യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ വാസ്തവത്തിൽ ഒരു ദൈവവൈതലായി മാറിയെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സംഭവം എഴുതുമ്പോൾ സർവ്വലോകത്തിലും പാർക്കുന്ന സകല മനുഷ്യർക്കും പീസ് ബി മൾട്ടിപ്ലൈഡ് അൺടു യു, നിങ്ങൾക്ക് ശുഭം വർദ്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്ത് എഴുതുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരോടും ദൈവത്തിൻ്റെ അരുളപ്പാട് മനസ്സിലാക്കാൻ ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. നമുക്കിവിടെ ഒട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ കൽപ്പന ഇതൊരു കൽപ്പനയായിട്ട്, ഒരു ഡിഗ്രി ആയിട്ട് രാജാവ് എഴുതുകയാണ്. ഈ ആദ്യത്തെ 3 വാക്യം വായിക്കുമ്പോൾ, സകല ഭാഷക്കാർക്കും ജാതിക്കാർക്കും സർവ്വഭൂമിയിൽ പാർക്കുന്ന സകല വംശങ്ങൾക്കും രാജാവ് എഴുതുകയാണ്. രാജാവ് എഴുതിയത് തൻ്റെ ആത്മീക അനുഭവമാണ്, തൻ്റെ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യത്തിൻ്റെ കാതലായ സത്യം ഞാൻ പ്രാരംഭമായി എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവം ഈ മനുഷ്യനോട് മുമ്പും ഇടപെട്ടു. 2-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ ദൈവം തനിക്കൊരു വെളിപ്പാട് കൊടുത്തു. ലോക സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് നാം അത് ചിന്തിക്കുകയുണ്ടായി. തങ്കം കൊണ്ടുള്ള തല, അതിൻ്റെ ശേഷം വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും വളരെ വ്യക്തമായി ദാനിയേൽ അവിടെ വെളിപ്പെടുത്തി കൊടുത്തു. രാജാവേ,
തങ്കങ്ങളുള്ള തല തിരുമേനിയാണ്. തിരുമേനിയുടെ ശേഷം തിരുമേനിയേക്കാൾ അല്പം കൂടെ താണതായ മറ്റൊരു സാമ്രാജ്യം എഴുന്നേറ്റ് വരും. വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു, തിരുമേനിയുടെ സാമ്രാജ്യം എന്നും നിലനിൽക്കില്ലേ. തിരുമേനിയുടെ ശേഷം തിരുമേനിയേക്കാൾ അധമമായ ഒരു ഭരണകൂടം എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞു. രാജാവിന് വ്യക്തമായ വെളിപ്പാട് കൊടുത്ത് അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ടൊക്കെ, നിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ലെന്നൊക്കെ പറയുമ്പോൾ വാക്കുകളിൽ പറഞ്ഞെന്നുള്ളതല്ലാതെ തൻ്റെ ഹൃദയത്തിൽ അത് പരിവർത്തനം നടത്തിയില്ലേ. വീണ്ടും നമ്മൾ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ 3 ബാലൻ താൻ സ്വർണ്ണബിംബം നാട്ടിയിട്ട് 3 ബാലന്മാരെ പിടിച്ച് തീയിലിട്ട സംഭവം നമ്മൾ പഠിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം. 4-ാമതായി അവരോടുകൂടെ നടക്കുന്ന ദൈവത്തെ കണ്ടിട്ട് വീണ്ടും ദൈവത്തെ വാഴ്ത്തുന്ന മഹത്വപ്പെടുത്തുന്ന നെബൂഖദ്നേസർ രാജാവിനെ കാണുന്നു. 2 പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തു. 3-ാമത് ഈ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിരിക്കുന്ന ഈ വൃക്ഷത്തിന്റെ ഈ ദർശനം വീണ്ടും കൊടുത്ത് ദൂതന്റെ വ്യാഖ്യാനം അവിടെ രാജാവിന് കിട്ടി. 3-ാമത്തെ വാണി. ഈ വാണിങ് കിട്ടിയിട്ട് 29-ാം വാക്യത്തിൽ വായിച്ച പോലെ വീണ്ടും 12 മാസം കഴിഞ്ഞു. 2-ാം അധ്യായത്തിൽ വാണിങ് കിട്ടി, ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. 3-ാം അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ച് ദൈവം വെളിപ്പാട് കൊടുത്തു. 4-ാം അധ്യായത്തിൽ വന്നപ്പോഴും വെളിപ്പാട് കൊടുത്തു. 12 മാസം കൂടെ വെയിറ്റ് ചെയ്ത ശേഷമാണ് ദൈവത്തിന്റെ ന്യായവിധി ഈ വലിയ രാജാവിന്റെ മേൽ വന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആദ്യമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം വാണിങ് കൊടുക്കാതെ, മുന്നറിയിപ്പ് കൊടുക്കാതെ ഒരിക്കലും ന്യായവിധി നടത്തത്തില്ലേ. ദൈവം ഒരു മനുഷ്യനെ ശിക്ഷിക്കുന്നതിന് മുമ്പ്, ഒരു സാമ്രാജ്യത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ദൈവം വാണിങ് കൊടുത്തിരിക്കും. നോഹയുടെ ജലപ്രളയ കാലത്ത് 120 വർഷത്തോളം അവിടെ പ്രസംഗിച്ചു കിടന്നു. ഇസ്രായേൽ പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പ് പ്രവാചകന്മാർക്കൂടെ ദൈവം അരുളപ്പാടുകൾ കൊടുത്തു. ഇപ്പോഴും ബാബിലോണിൽ അവർ പ്രവാസികളായി 70 വർഷം കിടക്കുന്നു. ഈ 70 വർഷം പ്രവാസത്തെക്കുറിച്ച് വ്യക്തമായി ദൈവം ഇത് സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, God always warns people before his judgment comes. ദൈവത്തിന്റെ ന്യായവിധി വരുന്നതിന് മുമ്പ് ദൈവം തീർച്ചയായിട്ടും വെളിപ്പാടുകൾ അല്ലെങ്കിൽ ദൈവം ശാസന കൊടുത്തിരിക്കും. നമ്മൾ ഹൈവേയിൽ കൂടെ ഓടിച്ചു പോകുമ്പോൾ ഒരുപാട് വാർണിങ്സ് കാണാം. ലൈറ്റുകളും അതുപോലെ വളവുണ്ടെന്നും കുഴിയുണ്ടെന്നും അപകടമുണ്ടെന്നൊക്കെയുള്ള ഒരുപാട് വാർണിംഗ് ഉണ്ട്. ഈ ഹൈവേ വാർണിങ്ങുകളൊക്കെ നമ്മൾ അതൊന്നും ഗമനിക്കാതെ തൃണവൽഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപകടമാണ്. നമ്മൾ സദൃശ്യവാക്യം 29, എൻ്റെ മനസ്സ് ചില വാക്യങ്ങളിലോട്ട് കടന്നുപോയി. സദൃശ്യവാക്യം 29-ന്റെ 1-ാം വാക്യത്തില് ദൈവം തന്നെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. പ്രൊവേർബ്സ് ചാപ്റ്റർ 29 വേഴ്സസ് 1. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. പ്രൊവേർബ്സ് 29 വേഴ്സ് 1 നോക്കിയാട്ടെ. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ദൈവം വീണ്ടും വീണ്ടും മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അന്നെന്ന പോലെ മനുഷ്യചരിത്രത്തിന്റെ ആരംഭം തൊട്ട് നമ്മൾ വേദപുസ്തകം മുഴുവൻ പഠിച്ചു നോക്കിയാൽ ഒരു സത്യം മനസ്സിലാക്കുന്നു. ദൈവം വീണ്ടും വീണ്ടും മനുഷ്യനോട് ഇടപെട്ട് അവന് വാണിംഗ് കൊടുക്കുന്നു. ന്യായവിധി വരുമെന്ന് വാണിംഗ് കൊടുത്തിട്ടും അവൻ അതിനെ സാക്ഷ്യം കാണിച്ച് മനം തിരിയാതിരിക്കുന്നെങ്കിൽ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. യെസ്, ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ പറയാനുണ്ട്. നമ്മൾ വളരെ ഭയത്തോടുകൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. എബ്രായലേഖനം 2-3-4 വാക്യം വായിച്ചാൽ വീണ്ടും ഒരു വാണിംഗ്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ ദൈവം ഇത്ര വലിയ രക്ഷ ഒരുക്കിയിട്ട് ഇതിനെക്കുറിച്ച് പ്രസംഗിച്ച് പറഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പൊക്കെ തന്നിട്ടും നരകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടും കൂടെ കൂടെ ശാസന കേട്ടിട്ടും എബ്രായലേഖനത്തിൽ 2-3-4 വാക്യത്തിൽ വായിക്കുന്ന പോലെ ഇത്ര വലിയ രക്ഷ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഒരു നിവൃത്തിയില്ലേ. സദൃശ്യവാക്യം 5-21 പ്രൊവേർബ്സ് 5:21 മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, അവരെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. എനിക്ക് വളരെ വളരെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ളൊരു വാക്യമാണ്. ഞാൻ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളൊരു വാക്യമാണ്. The way of man is before God. ഒരു മനുഷ്യന്റെ വഴി ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു. മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും, എല്ലാ മനുഷ്യരുടെയും വഴികൾ ദൈവത്തിന് മുന്നിൽ ഇരിക്കുകയാണ്. ദൈവം അത് തൂക്കി നോക്കുന്നു, വാണിംഗ് കൊടുക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠത്തിലും നാളെ പഠിക്കുന്ന പാഠത്തിലൊക്കെ ഇത് കാണാം. ബെൽഷസ്സർ രാജാവിന്റെ ഏപ്പുകൾ ആടി നിവർന്നു നിൽക്കാനും ഇരിക്കാനും വയ്യാത്തൊരവസ്ഥയിൽ ഭയപ്പെട്ട് വിറയ്ക്കുന്ന സന്ദർഭം ദാനിയേൽ മുഖത്തൂക്കി പറയുന്നുണ്ട്, ബെൽഷസ്സറേ, നീ ഇതൊക്കെ അറിഞ്ഞിട്ടും, നിന്റെ പിതാവിനോട് ദൈവം ഇടപെട്ടത് നീ അറിഞ്ഞിട്ടും നീ മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടാഞ്ഞത് കൊണ്ട്
ഇന്ന് രാത്രിയിൽ നീ മരിക്കുമെന്ന് ദാനിയേൽ അവിടെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ നമ്മൾ അത് തന്നെ വായിക്കുന്നു. ഈ അധ്യായം നമുക്ക് ഏറ്റവും മുന്നറിയിപ്പ് തരുന്ന ഒരു കാര്യമാണത്. അതുപോലെ ഈ സദൃശവാക്യത്തിൽ 13-15 വാക്യം വായിച്ചാൽ ഇതോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത് നന്നായിരിക്കും. 13-15 വാക്യത്തിൽ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യാത്തൊരു വാക്യമുണ്ട്. അവിടെ ദ്രോഹിയുടെ വഴിയോ ദുർഘടം, ദ വേ ഓഫ് എ ട്രാൻസ്ഗ്രഷർ ഈസ് ഹാർഡ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വായിക്കുന്നത്? ദ്രോഹിയുടെ വഴിയോ ദുർഘടം, ദ വേ ഓഫ് എ ട്രാൻസ്ഗ്രഷർ ഈസ് ഹാർഡ്. നമ്മൾ ചിന്തിക്കും ദുഷ്ടന്റെ വഴി എളുപ്പമുള്ളതാണെന്നല്ലേ. ദുഷ്ടന്റെ വഴി എളുപ്പമുള്ളതല്ലേ. ദുഷ്ടന്റെ വഴി തിരുവചനം പറയുന്നു ദ്രോഹിയുടെ വഴി ദുർഘടമാണ്, ദ വേ ഓഫ് എ ട്രാൻസ്ഗ്രഷർ ഈസ് ഹാർഡ്. എന്താണെന്നറിയാമോ? ദുഷ്ടൻ മുന്നോട്ട് ഗമിക്കുമ്പോൾ ദൈവം പല സ്പീഡ് ബ്രേക്കേഴ്സ് വെക്കുന്നുണ്ട്. അവൻ നിൽക്കുവാൻ, ചിന്തിക്കുവാൻ, തിരിഞ്ഞു നോക്കുവാൻ. ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ലെന്ന് വായിക്കുന്നു. അവനെ ദൈവം അങ്ങനെ വിട്ടുകളഞ്ഞാൽ അവൻ അപകടത്തിൽ ചെന്ന് പതിക്കാതിരിപ്പാൻ ദൈവം പല ദുർഘടങ്ങൾ അവൻ്റെ മുന്നിൽ ഒരുക്കുന്നു. പലരെയും കുറിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം അവരുടെ ജീവിതത്തിൻ്റെ വൈഷമ്യത്തിലാണ് അവർ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുള്ളത്. മുന്നോട്ട് അതേ രീതിയിൽ കടന്നുപോയിരുന്നെങ്കിൽ ദൈവത്തെ കണ്ടെത്തുകയില്ലേ. ജയിലിൽ കിടക്കുന്നു എത്രയോ പേർ, എത്രയോ പണനഷ്ടങ്ങൾ, ബിസിനസ്സുകൾ തകരുന്നു, മാനസിക സംഘടനകൾ, വൈഷമ്യങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ അവർ ദൈവത്തെ കണ്ടുമുട്ടുന്നു. കാരണം എന്നാ? വചനം പറയുന്നു ഹി ഹാസ് മെയ്ഡ് ദെയർ വേ ഹാർഡ്. അവരുടെ വഴിയെ ദൈവം ദുർഘടമാക്കി തീർന്നു. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, പലസ്തീനിലെ ഇടയന്മാർ ആടുകളെ വേച്ചുകൊണ്ട് നടക്കുമ്പോൾ അവർക്ക് സാധാരണ ഇടയന്മാർക്ക് പട്ടികളുണ്ട്, ഓടിപ്പോകുന്ന ആടുകളെ മടക്കി കൊണ്ടുവരുന്ന ഷെപ്പേഴ്സ് ഡോഗ്സ്. എന്നാൽ പലസ്തീനിലെ ഇടയന്മാർക്ക് പട്ടികളില്ലേ. അവർ പട്ടിയെ വളർത്തത്തില്ല, കാരണം അവർക്ക് അശുദ്ധമായ ഒരു ജന്തുവാണ്. അവരുടെ കയ്യിൽ അതിനു പകരം ഇരിക്കുന്നത് ഒരു സ്ലിങ്ങും കല്ലുകളുമാണ്. എറിയുന്ന കല്ലും സ്ലിങ്ങുമുണ്ട്. ദാവീദിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി. അതായത് ഇവർ ഭയങ്കര കൃത്യമായിട്ട് എറിയുന്നവരാ. അവരുടെ സ്ലിങ്ങിനകത്ത് കല്ല് വെച്ചാല് ഈ ആടിങ്ങനെ തിന്ന് വഴിതെറ്റി പോകുമ്പോൾ ഇവർ സ്ലിങ്ങിനകത്ത് കല്ല് വെച്ചിട്ട് കൃത്യം എറിഞ്ഞാൽ ഈ ആടിന്റെ മൂക്കിന്റെ അവിടെ വന്ന് കല്ല് കൊള്ളുവന്ന. ഈ കല്ല് വന്ന് കൊള്ളുമ്പോൾ അത് തിരിഞ്ഞ് അതിൻ്റെ ഇടയനെ തിരിഞ്ഞു നോക്കും. അത്ര കൃത്യമായിട്ട് അവർ കല്ലുകൾ എറിയുമായിരുന്നു. നമ്മുടെ ആത്മാക്കളുടെ ഒരു ഇടയനുണ്ട്. മനുഷ്യന്റെ പ്രാണനെ അറിയുന്ന ഒരിടയനുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ വായിച്ച പോലെ നേരെ അവനെ മുന്നോട്ട് സുഖകരമായി വിടാതെ പലവിധ വൈഷമ്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുതരുന്നത് ടു ബ്രിങ് ഹിം ബാക്ക്, അവനെ തിരിച്ചു കൊണ്ടുവരാനാണ്. നമുക്കിനിയും ആ ഭാഗത്തിലേക്ക് നോക്കാം. ഈ അധ്യായത്തിന്റെ വാണിംഗും അതുതന്നെയാണെന്നുള്ളത് ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കട്ടെ. 4-5 വാക്യം ശ്രദ്ധേയമായി വന്നു. എന്താണ് 4-5 വാക്യം? നെബൂഖദ്നേസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വൈര്യമായും എൻ്റെ രാജധാനിയിൽ സുഖം ആയും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അത് നിമിത്തം ഭയപ്പെട്ടു കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളാലും വ്യാകുലപ്പെട്ടു. ആ വാക്കുകളും നോക്കിയേ. ഐ വാസ് അറ്റ് റെസ്റ്റ്. ഞാൻ സ്വൈര്യമായും സുഖകരമായി ഇരുന്നു. ആ വാക്ക് നോക്കുക. ഞാൻ സ്വൈര്യമായും സുഖകരമായി വസിച്ചിരുന്നു. നാം ഓർത്തതുപോലെ രാജാവിന് ഇതിൽ കൂടുതൽ സുഖകരമായി എങ്ങനെ വസിക്കാൻ കഴിയുന്നത്? ശത്രുക്കളെ പേടിക്കേണ്ട, സമൃദ്ധമാണ് രാജ്യത്ത് മുഴുവൻ. വർഷം 1-2 വിളവ് നശിച്ചാലും ആളുകളെ തീറ്റിപ്പോറ്റുവാൻ ഭക്ഷണമുണ്ട്. ഒരു ശത്രുവിന് വരെ തോൽപ്പിക്കാൻ കഴിയാതെ വണ്ണം ബാബിലോണിന്റെ കോട്ടകളൊക്കെ അത്ര ഭയങ്കരമാണ്. 387 അടി കിളരമുള്ള ബാബിലോൺ കോട്ടയുടെ മതിലുകൾ ഭയങ്കരമാണ്. 87 അടി വീതിയാണ് ആ മതിലിനുള്ളത്. 4 ചാരിയറ്റ്സ് ഒന്നിച്ച് ഒരുപോലെ ഓടിക്കുവാൻ കഴിയുന്ന, നിരന്ന് ഓടിക്കുവാൻ കഴിയുന്ന വലിയ കോട്ട. അങ്ങനെ എല്ലാ വിധത്തിലും സുരക്ഷിതമാണ്, സ്വൈര്യമാണ്, എല്ലാമുണ്ട്, സമൃദ്ധമായുമുണ്ട്. നമ്മൾ ഓർക്കും ഇതിൽ കൂടുതൽ മനുഷ്യനൊന്നും ആവശ്യമില്ല. പക്ഷെങ്കിൽ വായിക്കുന്നു, ഒരു സ്വപ്നം കണ്ടു, വ്യാകുലപ്പെട്ടു തുടങ്ങി. ഇംഗ്ലീഷിൽ വായിച്ചാൽ വിച്ച് മേഡ് മീ അഫ്രൈഡ് ആൻഡ് ട്രബിൾ മീ. ഒരു സ്വപ്നം കണ്ടപ്പോൾ വിച്ച് മേഡ് മീ അഫ്രൈഡ് ആൻഡ് ട്രബിൾ മീ. ഞാൻ ഭയപ്പെട്ടു, വ്യാകുലപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപ ഈ മനുഷ്യനെ ഉണർത്തുകയാണ്. നോക്കുക, അവൻ സ്വൈര്യമായി ജീവിക്കാതിരിപ്പാൻ അവനെ ട്രബിൾ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ ട്രബിൾ ചെയ്യുകയാണ്. ദൈവം അവനെ ഉണർത്തുകയാണ്. നമ്മൾ ഓർത്തുകൊണ്ടിരുന്നതിൻ്റെ ആ സംഭവം തന്നെ. എന്തുകൊണ്ടാണ് ഈ രാജാവ് ഇത്ര വ്യാകുലമായതെന്ന് ചോദിച്ചാൽ, ഈ സ്വപ്നം കണ്ടപ്പോൾ ഒരു വൃക്ഷത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ്. എന്നാൽ ഇതിൻ്റെ ദൂതൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നോക്കിയാട്ടെ, 11-ാം വാക്യം ആ വൃക്ഷം, 12-ാം വാക്യം അതിൻ്റെ ഇലെ, 12-ൽ വീണ്ടും അതിൻ്റെ കീഴെ, ഇറ്റ് എന്നാ പറയുന്നത്. വൃക്ഷത്തെക്കുറിച്ച് ഭാഷാപ്രയോഗം നോക്കിയാട്ടെ, ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ
15-ാം വാക്യത്തിൽ വരുമ്പോഴും ഇറ്റ്, അതിൻ്റെ താഴ്വേരോ 15-ന്റെ മധ്യം, അവൻ, ഇറ്റ് എന്നുള്ളത് ഹിം എന്നായി. 16-ാം വാക്യം, അവന്റെ മനുഷ്യ സ്വഭാവം മാറി. ഇറ്റെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, അതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വൃക്ഷം പെട്ടെന്ന് അത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഹിം എന്നായി. രാജാവ് അവിടെയാണ് ട്രബിൾഡ് ആകുന്നത്. ഒരു വൃക്ഷത്തെ കുറിച്ച് ഒരു സ്വപ്നം കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ താൻ ഇത്രയും ട്രബിൾ ആകത്തില്ലേ? ഇറ്റ് അത് ആ വൃക്ഷം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പദം പെട്ടെന്ന് അവനെന്നായി, ഹിം എന്നായി. ആ പ്രയോഗം ശ്രദ്ധിച്ചാട്ടെ. രാജാവിന് മനസ്സിലായി ഇവിടെ കുഴപ്പമുണ്ടത്. ദാറ്റ് മെയ്ഡ് ഹിം എഫ്രൈഡ് ആൻഡ് ദാറ്റ് മെയ്ഡ് ഹിം ട്രബിൾഡ്. അവനെ പേടിപ്പെടുത്തി. എല്ലാം സുരക്ഷിതമായി, ലോകത്തിൽ ഒന്നും പേടിക്കുവാനില്ലാത്ത മനുഷ്യന് ഭയപ്പെടുവാനിടയായി മാറി. ഇതിന്റെ വ്യാഖ്യാനം ദാനിയേൽ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ചിത്രം. എന്നാൽ അവിടെ ഒരു ഭാഗം എന്നെ ചിന്തിപ്പിച്ചു. ദാനിയേലിനെ കുറിച്ച് പറയുന്ന വാക്ക്, ദാനിയേലിനെ അന്നേരവും വിളിക്കുന്നില്ല, അന്നേരവും താൻ വിളിക്കുന്നത് മറ്റ് മന്ത്രവാദികളെയൊക്കെയാണ്. നോക്കിയാട്ടെ, അതിൻ്റെ 7-ാം വാക്യം, അങ്ങനെ മന്ത്രവാദികളും ആഭിചാരകന്മാരും കൽദേരുടെ ശകുനവാദികളും അകത്തു വന്നു. ഞാൻ സ്വപ്നം അവരോട് വിവരിച്ചു പറഞ്ഞു, അവർ അർത്ഥം അറിയിച്ചില്ല താനും. ഒടുവിൽ ലാസ്റ്റ് എന്റെ ദേവന്റെ നാമപ്രകാരം ബെൽസസർ, ബേൽ എന്ന ദേവന്റെ പേരാണ് ദാനിയേലിന്റെ പേരാക്കി മാറ്റിയ ബെൽസസർ, ബേൽ. എന്റെ ദേവന്റെ നാമപ്രകാരമുള്ള ബെൽസസർ എന്ന പേരുള്ള വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ, ആ വാക്ക് നോക്കി, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനായ. 9-ാം വാക്യം, 9-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ. വീണ്ടും 18-ാം വാക്യം നോക്കി, 18-ന്റെ അവസാനം, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ. അവള് ഈ രാജാവിന് ഒരു കാര്യം ബോധ്യമായി. ഡാനിയൽ വാസ് എ ഹോളി മാൻ. ദ സ്പിരിറ്റ് ദാറ്റ് വാസ് ഇൻ ഹിം വാസ് ഹോളി. അശുദ്ധി നിറഞ്ഞ ബാബിലോൺ പട്ടണത്തിൽ ഇവിടെ നോക്കുക, ഒരു മനുഷ്യൻ, ഒരു വിശുദ്ധനായി. ആ ദൈവ മനുഷ്യനെ കുറിച്ച് പറയുന്നു, നിന്നിൽ വിശുദ്ധാത്മാവുണ്ട്. എന്തൊരു സാക്ഷ്യമായില്ലേ! ആ പട്ടണത്തിൽ ദൈവത്താൽ അറിയപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യന് കൊടുത്തിരിക്കുന്ന പേരൊക്കെ ബെൽസസർ എന്നാണ്. അവിടെ നമ്മൾ 9-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്, മന്ത്രവാദി ശ്രേഷ്ഠനായ ബെൽസസർ, റാബ് മാഗ് എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഭാഷ വന്നിരിക്കുന്നത്. റാബ് മാഗ് എന്ന് പറഞ്ഞാൽ ദ ചീഫ് ഓഫ് മാഗി, ദ ചീഫ് ഓഫ് മാഗി, റാബ് മാഗ്, മന്ത്രവാദികളുടെ ചീഫ് ബെൽസസർ. പക്ഷേ അവനിൽ വിശുദ്ധാത്മാവുണ്ടെന്നും അവൻ വിശുദ്ധനാണെന്നും രാജാവിന് അറിയാമായിരുന്നു. ഇനിയും ഒരു പ്രത്യേക ഭാഗം ഞാനിവിടെ എടുക്കട്ടെ. ഈ സംഭവം രാജാവിനെ ഈ വിധത്തിൽ പുല്ലുതീറ്റുന്ന ഒരു മൃഗത്തെ പോലെ ആക്കി തീർക്കുവാൻ ഒരു സംഭവം നടന്നു. 3 വാക്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ളതും വളരെ സ്വാധീനിച്ചതുമായ ഒരു ഭാഗമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ 13-ാം വാക്യം, കിഴക്കൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. എ വാച്ചർ, എ ഹോളി വൺ. ഇംഗ്ലീഷ് ബൈബിളുള്ളവർ നോക്കിയാട്ടെ, ഒരു ദൂതൻ എന്നുള്ളത് അവിടെ ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്നത് എ വാച്ചർ, എ ഹോളി വൺ. വീണ്ടും 17-ാം വാക്യം, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരുടെ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നതെന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. ഈ വിധി, ദിസ് ഡിക്രി. ശ്രദ്ധിക്കുക, എവിടുന്ന ഡിക്രി? ദൂതന്മാരുടെ ഡിക്രി. ദ ഡിക്രി ഓഫ് ദ വാച്ചേഴ്സ്, ദ ഹോളി വൺസ്. വീണ്ടും അതിന്റെ 23-ാം വാക്യം, ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എ വാച്ചർ, എ ഹോളി വൺ. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. 17-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവിന് ഈ സംഭവം സംഭവിച്ചത് 7 വർഷം താൻ ഒരു മൃഗത്തെ പോലെ ജീവിച്ചതിന്റെ കാരണം ഒരു വിധിപ്രകാരമാണ്, ഒരു ഡിക്രി മൂലമാണ്. ഈ ഡിക്രി ആരുടെ ഡിക്രിയാണ്? ഇവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ ഇംഗ്ലീഷിൽ വായിച്ചാൽ ദിസ് ഡിസിഷൻ ഈസ് ബൈ ദ ഡിക്രി ഓഫ് ദ വാച്ചേഴ്സ്. ഈ വിധി ദൂതന്മാരുടെ വിധിപ്രകാരമാണ്. നമുക്കൊരു പുതിയ വെളിപ്പാട് കിട്ടുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ അങ്ങനെ ഒരു കോർട്ടുണ്ട്, ഒരു കോടതിയുണ്ടെന്ന് മനസ്സിലാകുന്നു. സ്വർഗത്തിൽ അങ്ങനെ ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ നിന്ന് ദൂതന്മാർ പ്രഖ്യാപിച്ച കൽപ്പനയാണ്, ഈ വലിയ രാജാവ് മൃഗത്തെ പോലെ 7 വർഷം പുല്ല് തിന്നട്ടെ. Decree of the watchers. The decision is by the decree of the watchers and the sentence by the word of the holy ones. Yes, സ്വർഗത്തിൽ അങ്ങനെയൊരു കോടതിയുണ്ട്.
നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ കടന്നു വരുമ്പോഴും ദൈവസിംഹാസനത്തിന് ചുറ്റിലും 24 മൂപ്പന്മാരും അവരുടെ ചുറ്റും ദൂതന്മാരെയൊക്കെ കാണുന്നുണ്ട്. ഈ രണ്ട് പുസ്തകം, അതായത് ദാനിയേലിന്റെ പുസ്തകവും വെളിപാട് പുസ്തകവും വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദർശനം ഇതുള്ള ബന്ധത്തിൽ കിട്ടുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ ജീവിച്ചു പോകുമ്പോൾ ഇതിന്റെ പുറകിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണെന്ന് വാസ്തവത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ ദൈവത്തിന്റെ വചനത്തെ പരിശോധിച്ച് നോക്കണം. ഉദാഹരണമായിട്ട് ദാനിയേലിന്റെ പുസ്തകം തന്നെ 9-ാം അധ്യായത്തിൽ 20-21 വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ ദാനിയേലിന്റെ അടുക്കൽ വരുന്നു. 10-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ മറ്റൊരു സ്വർഗീയ ദൂതൻ ദാനിയേലിന്റെ അടുക്കൽ കടന്നു വരുന്നു. 10-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ആ സംഭവം അറിയാം. ദാനിയേല് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു വെളിപ്പാടിന്റെ വ്യാഖ്യാനത്തിന് വേണ്ടി, ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 ആഴ്ചവട്ടം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ലേ? 3 ആഴ്ചവട്ടം 21 ദിവസം ദാനിയേല് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ത്തി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 21 ദിവസമായപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ആ ദൂതൻ കടന്നു വന്നു. ആ ദൂതൻ കടന്നു വന്നിട്ട് പറഞ്ഞു തന്നെ, ആദ്യ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടു. നിനക്ക് മറുപടിയുമായിട്ട് ഞാൻ കടന്നു വന്നപ്പോൾ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നെ തടഞ്ഞു നിർത്തി. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ട് ദൂതൻ കടന്നു വരുമ്പോൾ പാർസി രാജ്യത്തിന്റെ പ്രഭു, വാസ്തവത്തിൽ അന്ന് പേർഷ്യൻസ് ഭരിച്ചുകൊണ്ട് നിൽക്കുക, പേർഷ്യന്റെ കോരസ് ഭരിച്ചുകൊണ്ടിരിക്കുക. സൈറസ് രാജാവ് ഭരിക്കുന്നു. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി ഭരിക്കുന്നു, പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നെ തടസ്സപ്പെടുത്തി. നോക്കുക, പേർഷ്യൻ കിങ് അവിടെ ഭരിക്കുന്നെങ്കിലും അതിന്റെ പുറകിൽ ഭരിക്കുന്ന മറ്റൊരു ആത്മാവുണ്ട്, ഒരു ദുഷ്ടാത്മാവുണ്ട്. പാർസി രാജ്യത്തിന്റെ പ്രഭു ദൈവത്തിന്റെ അരുളപ്പാടുമായി കടന്നു വരുമ്പോൾ ആ ദൂതനെ തടഞ്ഞു നിർത്തുന്നു ഈ പൈശാചികൻ. 21 ദിവസം അവിടെ പോരാടിയിട്ടും ഈ ദൂതന് ആ സാത്താനെ ജയിച്ചിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ലേ? പക്ഷെ ഇതൊന്നും ദാനിയേൽ അറിയുന്നില്ല. ദാനിയേൽ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദാനിയേലിന്റെ പ്രാർത്ഥന വീണ്ടും സ്വർഗത്തിൽ ചെന്നു. ദൂതന്മാരുടെ ചീഫ്, ശ്രേഷ്ഠനായ ദൈവത്തിന്റെ ദൂതന്മാരുടെ സൈന്യത്തിന്റെ തലവനായ മീഖായേൽ ഇതറിഞ്ഞുകൊണ്ട് അവിടെ കടന്നു വന്നിട്ട് ആ തടഞ്ഞു നിർത്തിയ ദൂതനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അവിടെ കടന്നു വന്ന ദൂതനെ ദർശനവുമായിട്ട് കടന്നുവിടുകയാണ്. ഈ സംഭവം നടക്കുവാൻ 21 ദിവസം എടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ജീവിക്കുന്ന ഈ വാസ്തവത്തിൽ ലോകത്തിന്റെ പുറകിൽ ഈ സംഭവങ്ങൾ നടക്കുന്നുവെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നു. വെളിപാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ചില വാക്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് വെളിപ്പാട് കിട്ടുന്നു. 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്ക് അവിടെ കാണുന്നു, ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാർ. ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാർ. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ 6 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ലോകത്തിൽ അനേക ഭവിഷ്യത്തുകൾ സംഭവിപ്പിക്കുവാൻ ഈ ദൂതന്മാർ വീട്ടുമ്പോൾ, അതായത് കാഹളം ഊതുമ്പോൾ അത് സംഭവിക്കുന്നു. 14-ാം അധ്യായത്തിന് 17 തൊട്ട് 18 വരെ ഉള്ള വാക്യം, 14-ന്റെ 17 തൊട്ട് 18 വരെ. മറ്റൊരു ദൂതൻ സ്വർഗത്തിന്റെ ആലയത്തിൽ നിന്ന് വരുന്നു. അവന് മൂർച്ചുള്ള ഒരു കോങ്കത്തി ഉണ്ടായിരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ. 16-ന്റെ 5 ജലാധിപതിയായ ദൂതൻ. 16-ന്റെ 8 തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം സൂര്യന് ശക്തി കൊടുക്കുന്ന ദൂതൻ. 19-ന്റെ 17 സൂര്യനിൽ നിൽക്കുന്ന ദൂതൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ജലാധിപതിയായ ദൂതൻ, തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ, സൂര്യനിൽ നിൽക്കുന്ന ദൂതൻ, ഭൂമിയിൽ കേടുവരുത്തുവാൻ, സമുദ്രത്തിനും ഭൂമിക്കും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാർ. നമ്മളൊന്നും അറിയുന്നില്ല, പക്ഷെ നമ്മുടെ പുറകിൽ തീയുടെ മേലെ, ജലത്തിന്റെ മേലെ ഒക്കെ അധികാരമുള്ളവർ ദൂതന്മാരെ കുറിച്ച് വായിക്കുന്നു. ഞാനൊരു വാക്യം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. എബ്രായലേഖനം 2-ാം അധ്യായം നിർത്തി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കത് വായിക്കുമ്പോഴാണ് ഇതിന്റെ വാസ്തവത്തിൽ അർത്ഥം മനസ്സിലാകുന്നത്. 2-ന്റെ 5 തൊട്ടുള്ള വാക്യം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. യെസ്, നോക്കിയേ, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ, അതായത് സഹസ്രാബ്ദ വാഴ്ച, യേശുക്രിസ്തു വന്ന 1000 വർഷം ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ the age that is to come, ഇനി വരുവാനുള്ള ലോകത്തെ കുറിച്ച് പറയുന്നു. എന്താണ്? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ?
ഇന്നത്തെ ലോകം ദൂതന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ലോകം ദൂതന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. യെസ്, ദൂതന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇന്ന് സാത്താൻ വാഴുന്ന ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും നശിച്ചു പോകാതെ സുഖകരമായി ജീവിക്കുവാൻ വാസ്തവത്തിൽ ഇടയാക്കി തീർത്തിരിക്കുന്നതിന്റെ കാരണം, ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട നമ്മൾ സാത്താന്റെ ആ ഫോളിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി മാറിയവരാ. ഒരു ദിവസം നമ്മളെ ഈ ഭൂമി ജീവിക്കാൻ അനുവദിക്കുമോ? അനുവദിക്കില്ല. നമ്മൾ യോബിന്റെ പുസ്തകമൊക്കെ എടുത്താൽ കാണാം, ആ നാശം മുഴുവൻ അവൻ ചെയ്തനെ. എന്നാൽ അത് സംഭവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം തന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കി. എബ്രായ ലേഖനത്തിൽ തന്നെ 1:14 നോക്കിയാട്ടെ. നമ്മൾ എടുത്ത എബ്രായ ലേഖനം 1:14 അവർ ദൂതന്മാരെ കുറിച്ച് പറയാണ്, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയച്ചിരിക്കുന്ന സേവകാത്മാക്കളല്ലയോ? യെസ്, പ്രൈസ് ദി ലോർഡ്. എന്നെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കുമുള്ള വിലയും ദൈവത്തിന്റെ കരുതലും എന്നോർത്തേ. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എത്രയോ അപകടങ്ങളിൽപ്പെട്ട് നമ്മളെ സാത്താൻ കൊന്നേനെ. നമ്മളെ എത്രയോ അപകടങ്ങളിൽ പെടുത്തി നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞേനെ. പക്ഷെങ്കിൽ നമ്മളിവിടെ വായിക്കുന്നു, നമ്മളെ ശുശ്രൂഷിപ്പാൻ ദൈവം തന്റെ സേവകാത്മാക്കളെ, ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എനിക്കിതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ വ്യക്തമായി നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്യം നിർത്താട്ടെ. മത്തായി 18 യേശുക്രിസ്തു പറഞ്ഞൊരു ഭാഗം ഇതോടുള്ള ബന്ധത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 18:19 വാക്യം നമ്മൾ ആർക്കും ഇടർച്ച വരുത്തരുതെന്ന് പറയുന്ന കാര്യമാണ്. മത്തായി 18 മാത്യു ചാപ്റ്റർ 18 വേഴ്സസ് 10 and 11. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കിയാട്ടെ, ഈ ചെറിയ ഒരുത്തനെ നിങ്ങൾ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കാരണം എന്നാ? അതിന്റെ കാരണം കർത്താവ് പറഞ്ഞു, അവരുടെ ദൂതന്മാർ സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് പറഞ്ഞാൽ, ഏറ്റവും ചെറിയവനെന്ന് നമ്മൾ എണ്ണുന്നവന് പോലും ആരുണ്ട്? സേവകാത്മാക്കളുണ്ട്. ആ ദൂതന്മാർ ദൈവസന്നിധിയിലും കടന്നു ചെല്ലുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ അവിടെ അറിയിക്കാതിരിക്കാം. ആ ദൂതന്മാർ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. ഭയങ്കര കാര്യമാണ്. വീണ്ടും നമ്മൾ പഠിച്ചു നോക്കിയാൽ, ഞാൻ 1-2 വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചോളട്ടെ. എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 10, എഫീഷ്യൻസ് 3:10 നമ്മൾ അവിടെയും വായിക്കുന്നു, ഈ ദൂതന്മാർ നമ്മളെ വാച്ച് ചെയ്യുന്നു. എഫേസ്യ ലേഖനം 3:10 ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുതമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിർണയിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. Angels are also watching us to learn God's wisdom as they watch His grace working in us. ദൈവത്തിന്റെ കൃപ നമ്മളിൽ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ, നമ്മളിൽ ദൈവം വരുത്തുന്ന രൂപാന്തരം കാണുമ്പോൾ, ദൈവത്തിന്റെ വിസ്റ്റം മനസ്സിലാക്കുവാൻ ദൈവം തന്റെ സഭയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സഹോദരിമാരെ, സഭായോഗത്തിൽ ഇരിക്കുമ്പോൾ തലമൂടിയിരിക്കണമെന്ന് പറഞ്ഞതിന്റെ 1 കൊരിന്ത്യർ 11:10 വാക്യം വീണ്ടും അവിടെ വായിക്കുന്നു. 1 Corinthians chapter 11 verse 10. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ മുഖാന്തരം തനത് മേൽ അധീനത ലക്ഷ്യമുണ്ടായിരിക്കണം. For this reason the woman ought to have a symbol of authority on her head because of the angels. Because of the angels. She need a symbol of authority. അവൾ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന അധികാരത്തിന്റെ അടയാളം അവളുടെ തലമൂടിയിരിക്കുന്നു. എന്നിട്ട് അവിടെ പറഞ്ഞു, അതെന്തിനു വേണ്ടി? ബിക്കോസ് ഓഫ് ദ ഏഞ്ചൽസ്. ദൂതന്മാരെ ആദരിച്ചുകൊണ്ട് ദൂതന്മാർ മുഖാന്തരം എന്നൊക്കെ ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്കൊന്നും പോകുന്നില്ലേ. എന്നാൽ എനിക്കിവിടെ പറയാനായിട്ടുള്ളൊരു കാര്യം, ദൂതന്മാർ നമ്മെ വാച്ച് ചെയ്യുന്നു. ദൂതന്മാർ നമ്മുടെ സകല ജീവിതത്തിൻ്റെ വഴികളെയും സൂക്ഷിക്കുന്നു. ദൂതന്മാർ നമ്മളെ അപകടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു, ഈ ലോകത്തിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ നമ്മളെ അനുവദിക്കുന്നു. നെബൂഖദ്നേസർ രാജാവിന് പോലും അങ്ങനെ വാസ്തവത്തിലൊരു കാവലുണ്ടായിരുന്നു. സ്വർഗദൂതന്മാർ സ്വർഗത്തിൽ അവര് ഈ രാജാവിന് ഇത്രത്തോളം വെളിപ്പാട് കൊടുത്തിട്ടും താന് വാസ്തവത്തിൽ വിനയപ്പെടാതെ വന്നപ്പോൾ നമ്മളിവിടെ വായിക്കുന്നു, ദിസ് ഡിസിഷൻ ഈസ് ബൈ ദ ഡിഗ്രി ഓഫ് ദ വാച്ചേഴ്സ്. ആ പദം നോക്കിയേ, മലയാളത്തിൽ ദൂതൻ എന്നാണ്, ഇംഗ്ലീഷിൽ അത് വാച്ചർ, വൺ ഹു വാച്ചസ്. നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരുവനെന്നാണ് ആ ദൂതനോട് കൊടുത്തിരിക്കുന്ന പേര്. എന്താണ് ഇവിടെ പ്രശ്നം? ഈ രാജാവിനുള്ള എന്താണ് പ്രശ്നം? ഈ രാജാവിനെ ദൈവം ഇത്രയും ഉയർത്തി.
ഇവിടുത്തെ പ്രശ്നം ഏറ്റവും വലിയ പാപത്തിന്റെ അടിസ്ഥാനപരമായ കാരണമാണ്. എന്താ? പ്രൈഡ്. ഞാൻ അല്പസമയം അതിനെടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. പ്രൈഡ്. കാരണം ആ അധ്യായം അവസാനം എഴുതുന്ന വാക്യം നോക്കി, ഏറ്റവും അവസാനം എഴുതുന്ന വാക്യം 37 അവസാന പാർട്ട്, നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാൻ അവൻ പ്രാപ്തൻ തന്നെ. ഈ രാജാവ് ഇതൊക്കെ അറിഞ്ഞിട്ടും, രാജാവേ നീ നിന്നെ തന്നെ താഴ്ത്തിയില്ല, അതുകൊണ്ട് ദൈവനെ താഴ്ത്തുവാനായിട്ട് പദ്ധതി ഒരുക്കി. ദൂതന്മാർ കൽപ്പന കൊടുത്തു. എന്താണ്? ഈ വിധത്തിൽ താഴ്ത്തുവാൻ കൽപ്പന കൊടുത്തു. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞു, പ്രവചനപരമായിട്ട് ഇതിൻ്റെ പഠനമുണ്ട്. നമുക്ക് ആ ഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ആത്മികമായ പാഠം കൂടെ ഒന്ന് എടുത്തുകൊള്ളട്ടെ, കാരണം അതിപ്രധാനമായിരിക്കുന്നു. ഇത് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിനാണ് ഈ വിധി ഉണ്ടായതെന്ന് 17 വാക്യത്തിൽ വായിക്കുന്നു. ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന്. ഞാനും നിങ്ങളും എല്ലാം ഇത് അറിയണം. ഞാനിത് പഠിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം ഏറ്റവും അധികം വെറുക്കുന്നു എന്ന് പറഞ്ഞൊരു കാര്യം. സദൃശവാക്യം തന്നെ എടുക്കാൻ. ഞാൻ സദൃശവാക്യത്തിൽ നിന്ന് ചില വാക്യങ്ങൾ തരാം. എൻ്റെ പ്രിയപ്പെട്ടവർ പഠിക്കുന്നവർക്ക് അത് വീട്ടിൽ ചെന്ന് ധ്യാനിച്ചു നോക്കുക. സദൃശവാക്യത്തിൽ തന്നെ ചില വാക്യങ്ങൾ ഞാൻ എടുത്തു തരാം. എന്നാൽ അതിനകത്ത് ദൈവം വെറുക്കുന്നു എന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമത് പറഞ്ഞതും എന്താണെന്ന് നമുക്ക് നോക്കാം. സദൃശവാക്യം 6:16. 6 കാര്യം യഹോവയ്ക്ക് വെറുപ്പാകുന്നു, 7 കാര്യം അവൻ അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും. 6 കാര്യങ്ങൾ യഹോവയ്ക്ക് വെറുപ്പെന്ന് പറഞ്ഞ 6 കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞത് ഗർവമുള്ള കണ്ണ്, എ പ്രൗഡ് ലുക്ക്. ദൈവം വെറുക്കുന്നു എന്ന് പറഞ്ഞ 6 കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നത് എ പ്രൗഡ് ലുക്ക്, ഗർവമുള്ള കണ്ണ്. സദൃശവാക്യം 16:5, 16:5. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്. The Lord detests all the proud of heart. ദൈവം അഹങ്കാരികളുടെ ഹൃദയത്തെ വെറുക്കുന്നു. Proverbs chapter 8:13, 8:13. സദൃശവാക്യം 8:13. യഹോവഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ളവായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. 8:13. I hate pride. ഒന്നാമത് പറഞ്ഞിരിക്കുന്നു, I hate pride and arrogance, evil behavior and perverse speech. അവിടെയും ഒന്നാമത് പറഞ്ഞത്, ദൈവം വെറുക്കുന്നു എന്ന് പറഞ്ഞത് പ്രൈഡ്. 16:18 നോക്കിയാട്ടെ. സദൃശവാക്യം 16:18. നാശത്തിന് മുമ്പേ ഗർവം. Pride goes before destruction, a haughty spirit before a fall. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഇംഗ്ലീഷിൽ വായിച്ചാൽ pride goes before destruction, a haughty spirit before a fall. ഒരു വാക്യം കൂടെ, Proverbs 11:2, 11:2. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. When pride comes, then comes disgrace. അഹങ്കാരം വരുമ്പോൾ ഡിസ്ഗ്രേസും വരുന്നു. ദൈവം ഏറ്റവും വെറുക്കുന്നു എന്ന് പറഞ്ഞത് പ്രൗഡ്, ഗർവം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ വാക്യം വായിക്കാതെ വായിക്കട്ടെ. യാക്കോബ് 4:6 അവിടെ വായിക്കുന്നു, ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ കൊടുക്കുന്നു. God opposes the proud but gives grace to the humble. 1 Peter 5:5. He gives grace to the humble. 1 Peter 5:5. അവൻ താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു. But he opposes the proud. ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കും. ഞാനിത് പഠിച്ചപ്പോൾ ഒരു സംഭവം വായിച്ചു, നെപ്പോളിയനെ കുറിച്ച്. നെപ്പോളിയൻ്റെ കിളരമെന്ന് പറഞ്ഞാൽ 5 അടി 2 ഇഞ്ചേ. അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ അഹങ്കാരം എന്ന് എനിക്ക് തോന്നിയത്. ഭയങ്കര പ്രൗഡായിരുന്നു. 5 feet 2 inch. നെപ്പോളിയൻ്റെ വളരെ പ്രസിദ്ധമായ പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർലൂ വാർ. നമുക്കറിയാവുന്ന യുദ്ധമാണ്. അന്ന് രാവിലെ തൻ്റെ കമാൻഡറെ വിളിച്ചിട്ട് ഈ വാട്ടർലൂ യുദ്ധത്തിന് പോകുന്നതിന് അന്ന് പ്രഭാതത്തിൽ താൻ പറഞ്ഞു, കാലാൽപ്പട ഇവിടെ നിൽക്കണം, പീരങ്കിപ്പട ഇവിടെ നിൽക്കണം, കുതിരപ്പട ഇന്നടത്ത് നിൽക്കണം. ഇങ്ങനെ ചെയ്തിട്ട് താൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഇംഗ്ലണ്ടിലെ വെല്ലിംഗ്ടൺ ഫ്രാൻസിന്റെ അടിമയായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിന്റെ കമാൻഡറിംഗ് ഓഫീസർ തന്നോട് ഇങ്ങനെ പറഞ്ഞു, ബട്ട് വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് മാൻ പ്രൊപ്പോസസ് ആൻഡ് ഗോഡ് ഡിസ്പോസസ്. ഈ നെപ്പോളിയനോട് തന്റെ കമാൻഡറിംഗ് ഓഫീസർ പറഞ്ഞു, മനുഷ്യനിങ്ങനെ നിരൂപിക്കുമ്പോൾ ദൈവം അതിനെ മാറ്റിക്കളയുന്നു. മാൻ പ്രൊപ്പോസസ് ബട്ട് ഗോഡ് ഡിസ്പോസസ് എന്ന് പറഞ്ഞു. ഉടനെ ഈ 5 അടി 2 ഇഞ്ചുള്ള മനുഷ്യൻ അങ്ങോട്ട് നെഞ്ചു വിരിച്ച് തല കളത്തിക്കൊണ്ട് ഈ കമാൻഡറിംഗ് ഓഫീസറിനോട് പറഞ്ഞ വാക്ക്,
I want you to understand that Napoleon proposes and Napoleon disposes. കമാൻഡിംഗ് ഓഫീസറോട് അഹങ്കാരത്തോടെ പറഞ്ഞു, നെപ്പോളിയനാണ് പറയുന്നത്, നെപ്പോളിയനാണ് കാര്യങ്ങൾ നടത്തുന്നത് പറഞ്ഞു. ഏതായാലും നെപ്പോളിയൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ പടയാളികളെ നിർത്തി യുദ്ധം ആരംഭിച്ചു. മഴ പെയ്തിട്ട് നെപ്പോളിയന്റെ പടയാളികൾക്ക് മുന്നോട്ട് പോകാൻ വയ്യ, ചള്ളയും മഴയുമായി. അന്ന് വൈകിട്ട് ഇംഗ്ലണ്ടിന്റെ വെല്ലിംഗ്ടൺ നെപ്പോളിയന്റെ അടിമയായിരിക്കുമെന്ന് നെപ്പോളിയൻ പറഞ്ഞെങ്കിൽ വാട്ടർലൂ യുദ്ധം അന്ന് വൈകിട്ട് നെപ്പോളിയൻ ഇംഗ്ലണ്ടിന്റെ അടിമയായി മാറി. ഗോഡ് ഓപ്പോസസ് ദ പ്രൗഡ്. ഒരു മഴ പെയ്തേ ഉള്ളൂ, നെപ്പോളിയന്റെ പരാജയം വാട്ടർലൂ യുദ്ധത്തിൽ നമുക്ക് അറിയപ്പെട്ട ഒരു സംഭവമാണ്. തിരുവചനം അത് പഠിപ്പിക്കുന്നു. നോക്ക, എല്ലാ പാപത്തിന്റെയും അടിസ്ഥാനം അഹങ്കാരമാണ്. The foundation is in the false and pride. Pride is the basic of all of the sins. എല്ലാ പാപത്തിന്റെയും അടിത്തറ അതാണ്. It is simply exaggerating and dishonest self-evaluation. നമ്മളെക്കുറിച്ചുള്ള നമ്മളുടെ വിലയിരുത്തലിൽ ഉന്നതമായ ഒരു ചിന്താഗതി, ഞാനൊരു ഭക്തനാണ്, ഞാനൊരു ഉന്നതനാണ്, ഞാൻ ഇങ്ങനെയുള്ള ഒരു സെൽഫ് എക്സാജറേഷൻ, എവാലുവേഷൻ, ദാറ്റ് ഈസ് പ്രൈഡ്. ഇറ്റ് വാസ് എ സിൻ ദാറ്റ് ബിഗാൻ സിൻ. പാപത്തിന് തുറച്ചു കുറിച്ച പാപം എന്ന് പറയുന്ന അഹങ്കാരമാണ്, അല്ലേ? When Satan said, I will be like the most holy, ഞാൻ അത്യുന്നതനെ പോലെ സമനാകുമെന്ന് പറഞ്ഞപ്പോൾ പാപത്തിന്റെ ആരംഭം അവിടെ കുറിച്ചു. ഇനി നമുക്ക് നോക്കാം, ഈ രാജാവിന് ഇങ്ങനെയുള്ള വെളിപ്പാടുകളൊക്കെ ദൈവം കൊടുത്തു. 12 മാസം മുമ്പ് ഈ വെളിപ്പാട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾക്ക് നോക്കാം അതിൻ്റെ 29-ാം വാക്യം. 12 മാസം കഴിഞ്ഞിട്ട്, ഡാനിയൽ ചാപ്റ്റർ 4 വേഴ്സ് 29. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിന്റെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ട് ഇരുന്നു. പരിശുദ്ധാത്മാവ് അത് പ്രത്യേകം എടുത്തെഴുതി. ബാബേൽ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യം കൊണ്ടും മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായിരുന്നതാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നോക്കിയ ന്യായവിധി വന്ന എപ്പോഴാണെന്ന് പരിശുദ്ധാത്മാവ് പ്രത്യേകം എടുത്തെഴുതി. ആ രാജമന്ദിരത്തിന്മേൽ താൻ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ തന്റെ മന്ത്രവാദികളോ അല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം. ഇതിന്റെ പ്രതാപവും മഹത്വം കണ്ടിട്ട് തനിക്ക് തന്നെ അങ്ങോട്ട് അഹങ്കാരം തോന്നി. ഞാൻ എന്റെ ധനമാഹാത്മ്യം കൊണ്ടും എന്റെ മഹത്വത്തിനായിട്ട് പ്രതാപത്തിനായിട്ട് പണിത മഹദിയാം ബാബിലോൺ അല്ലയോ? ഇന്നും ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കുന്നു അവിടുത്തെ ഹാങ്ങിങ് ഗാർഡനും മറ്റും. അത് ഈ രാജാവ് പണിതു. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ഈ രാജാവ് നടന്നുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ആ മതിലിലായിരിക്കാം. 387 അടി കിളരമുണ്ട് ആ മതിലിന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 385 ഫീറ്റ് ആയി. ആ മതിലിന്റെ വണ്ണം 87 അടിയാണ്. 87 അടി, 87 ഫീറ്റ് തിക്ക്. 4 രഥങ്ങൾ, ബെൻഹർ പിച്ചറിനകത്തൊക്കെ നമ്മൾ കാണുള്ള ബെൻഹറിനകത്ത് രഥം ഓടുന്നതാണ്. അങ്ങനത്തെ 4 രഥം ചേർത്ത് വെച്ച് ആ മതിലിന്റെ മുകളിൽ കൂടെ ഓടിക്കാൻ കഴിയും. ഈ മതിലിന്റെ അകത്ത് ആർക്കും കയറാൻ കഴിയില്ല. യൂഫ്രട്ടസ് നദി ഇതിനകത്തുകൂടെ ഒഴുകി അപ്പുറത്തിറങ്ങുന്നു. ബാബിലോൺ പട്ടണത്തിനകം മുഴുവൻ കൃത്യമായി കീറിയെടുത്തിട്ട് അത് മുഴുവൻ പണിതിരിക്കുകയാണ്. ഈ നദി ഒഴുകുന്ന 2 വശത്തും ബ്രാസ് കൊണ്ടുള്ള വലിയ ഗേറ്റുകൾ കൊണ്ട് താഴോട്ട് ഇറക്കി ഒരു ശത്രുവിനും കയറാൻ വയ്യാത്ത രീതിയിൽ ആക്കിയിരിക്കുന്നത് മാത്രമല്ല, ഈ ബാബിലോൺ പട്ടണത്തിനകത്ത് മുഴുവൻ പഴങ്ങളും അതുപോലെ തന്നെ കൃഷി കൊണ്ടും മുഴുവൻ നിറച്ചിരിക്കുന്ന. വർഷങ്ങൾ തന്നെ പുറത്തുനിന്ന് ഒരു ഭക്ഷണവും കിട്ടാതെ ഈ പട്ടണത്തിനകത്ത് തന്നെ അവർക്ക് വസിക്കാൻ പറ്റും. 15 മൈൽ ഒരു വശത്തിന്റെ നീളവും ഉള്ള ഈ വിധത്തിൽ പണിതെടുത്ത വലിയൊരു പട്ടണം. ഇതിന്റെ പുറത്തുകൂടെ നടന്നപ്പോഴാണ് ഇത് ഞാൻ എൻ്റെ മഹത്വത്തിന് പണിതതാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? 32-ാം വാക്യം. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ നിന്നെ മനുഷ്യരുടെ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും, നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും, അത്യുന്നതനായ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ ധരിച്ച് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. 7 years. അതിന്റെ ശേഷം നമ്മൾ ആ 33-ാം വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് അതുകൂടെ ഒന്ന് വായിക്കാം. ഈ വാക്ക് നെബൂഖദ്നേസർ രാജാവിന് നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ നിന്ന് നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ല് നിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ടും നനയുകയും ചെയ്തു. എന്തൊരു സംഭവമാണ്! പക്ഷിയെ പോലെ രോമം വളർന്ന്, മൃഗത്തെ പോലെ നഖം വളർന്ന്. രാജാവിനെ ഒന്ന് ചിന്തിച്ചു നോക്കി. തലമുടിയെല്ലാം വളർന്ന്, രോമങ്ങൾ മുഴുവൻ വളർന്ന്, പക്ഷിയെ പോലെ തൂവലുകൾ പോലെ വളർന്ന്, നഖമെല്ലാം വളർന്ന്, പുല്ല് തിന്നുന്ന പോലെ പുല്ല് തിന്നുകൊണ്ട് മൃഗങ്ങളെ പോലെ
എവിടെയോ ഒരുപക്ഷെ തന്നെ ഒരു കൂട്ടിലോ മറ്റോ അടച്ചു കാണും. താൻ അങ്ങനെ കാളയെപ്പോലെ പുല്ല് നിന്ന് കിടക്കുകയാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നു, മനുഷ്യന് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കാം. അതിന് പറയുന്ന രോഗത്തിന് പറയുന്നത് ലൈക്കാൻത്രോപ്പി എന്ന. ലൈക്കാൻത്രോപ്പി എന്ന് പറഞ്ഞാൽ, ലൈക്കോസ് എന്ന് പറഞ്ഞാൽ വൂൾഫ് എന്നും, ആന്ത്രോഫി എന്ന് പറഞ്ഞാൽ മാൻ എന്നുമാണ്. വൂൾഫ് മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു ഭാഗം പ്രവർത്തിക്കാതെ പോകുന്നു, ഇൻസൈനായി പോകുന്നു. ഇൻസൈനായാൽ അവൻ മൃഗം പോലാണെന്ന് അവൻ ഓർമ്മ വരും. അപ്പോൾ അവൻ മൃഗത്തെ പോലെ പ്രവർത്തിക്കും. അപ്പൊ നോക്കുക, ഒരു ചെന്നായെ പോലെ അതേസമയം മനുഷ്യനുമാണ്. ഹാഫ് മാൻ ഹാഫ്. നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, അതുപോലെ ഈ നെബൂഖദ്നേസർ രാജാവ് ഒരു ഇൻസൈനായി മാറി. എത്ര ഔന്നത്യത്തിൽ നിന്ന മനുഷ്യനാ. ഇവിടെ ദൂതന്മാർ കൽപ്പിച്ചു 7 കാലം, 7 years. അതിന്റെ ശേഷം നമുക്ക് നോക്കാം, ഈ 7 വർഷവും താൻ ഇങ്ങനെ ജീവിച്ചു. ഒരുപക്ഷെ അപ്പോൾ ഭരണം നടത്തിയത് ദാനിയേലിന്റെ അഡ്വൈസിലായിരിക്കാം. ഒരുപക്ഷെ തന്റെ രാജ്ഞിയോ തന്റെ മകനോ ആയിരിക്കാം. തീർത്തു പറയുവാൻ നിവൃത്തിയില്ല. എന്നാൽ 7 വർഷവും ആ സാമ്രാജ്യം നിലനിന്നപ്പോൾ രാജാവ് ഈ വിധത്തിൽ കഴിച്ചുകൂട്ടി. 7 വർഷം കഴിഞ്ഞു. 32-ാം വാക്യം, അറിയുന്നത് വരെ നിനക്ക് 7 കാലം. 34-ാം വാക്യം, ആ കാലം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ, ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യം, അവൻ്റെ രാജ്യത്വം തലമുറതലമുറയായുള്ളതല്ലോ. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ലേ. ഈ അഹങ്കരിച്ച രാജാവ് വിനയപ്പെടുന്നു, സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ ബുദ്ധി തിരിച്ചു വരുന്നു. 36 ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. എൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിനായ എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്വങ്ങളും എന്നെ അന്വേഷിച്ചു. ഞാൻ എൻ്റെ രാജ്യത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്വനായ രാജാവിനെ സ്തുതിച്ചു പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. സർവ്വഭൂമിയിലുള്ളവരും മനസ്സിലാക്കുവാൻ രാജാവ് എഴുതുകയാണ്. ഈ രാജാവ് മാനസാന്തരപ്പെട്ടു. ഒരു പക്ഷെങ്കിൽ എന്നല്ല, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടു എന്ന് കരുതുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഈ ഭാഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായി ഈ ഭാഗത്ത് തന്നെത്താൻ താഴ്ത്തി സർവ്വലോകത്തിനും സമാധാനം പറഞ്ഞുകൊണ്ട് രാജാവ് യഥാസ്ഥാനപ്പെട്ടു. ദൈവന് ബുദ്ധി തിരിച്ചു കൊടുത്തു. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിയാട്ടെ. ഇവിടെ നോക്കിയേ, ദൈവം കൽപ്പിച്ച സ്വർഗത്തിൻ്റെ വിധി വന്ന പോലെ 7 വർഷം കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളോടിത് സംസാരിക്കുന്നില്ലേ? കെട്ടപ്പെട്ടവനായ യേശു ക്രിസ്തു പീലാത്തോസിന് മുന്നിൽ നിൽക്കുമ്പോൾ മൗനമായി നിന്ന കർത്താവിനോട് പീലാത്തോസ് പറഞ്ഞു, എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ? കർത്താവ് പറഞ്ഞു, എന്നെ സ്വർഗത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചില്ലെങ്കിൽ എൻ്റെ മേൽ ഒരു കൈയും വെപ്പാൻ നിനക്ക് കഴിയില്ല. ഇന്ന് സന്ധ്യയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ തലയിലൊരു രോമം പൊഴിഞ്ഞു പോകണമെങ്കിൽ ദൈവം അനുവദിക്കണം. നമുക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. നമ്മുടെ ദൈവം നമ്മളെ കരുതുന്ന കരുതണമെന്ന് ആലോചിക്കുക. ദൂതന്മാരെ രക്ഷിച്ചെന്ന് മാത്രമല്ലേ, സേവകാത്മാക്കളായ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എത്രയോ ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങൾ, അപകടങ്ങൾ, മരണത്തിൻ്റെ വക്കിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ദൈവം വിടുവിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ നമ്മളെ കാത്തിട്ടുണ്ട്. നമ്മുടെ ഒന്നുമില്ലായ്മ മനസ്സിലാകുമ്പോൾ നമ്മൾ താഴണം, വിനയപ്പെടണം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഹമ്പിളായിരിക്കണം. എപ്പോഴെങ്കിലും നമുക്ക് ഒരു പ്രൗഡ് നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാൽ നമ്മുടെ നാശം അവിടെ ആരംഭിക്കുകയാണ്. ദൈവം ഏറ്റവും എതിർത്ത് നിൽക്കുന്നത് പ്രൗഡായിട്ടുള്ളവരോടാണ്. താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കും, അവരെ അനുഗ്രഹിക്കും. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നിലവാരങ്ങൾ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ആത്മീക ഹോളത്തിൽ പോലും ആത്മീകമായി നാം അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ നാം വിനയമുള്ളവരായി മാറണം. വി ഷുഡ് ബി ഹംബിൾ. ഈ പുസ്തകം നമ്മെ അത് പഠിപ്പിക്കുന്നു. വലിയ രാജാവിനെ ഈ പാഠം പഠിപ്പിച്ചു. എന്തിനു വേണ്ടിയെന്നുള്ളത് നാം കണ്ടു. രണ്ടാമത് നമ്മൾ ഓർക്കണം, ദൈവം മുന്നറിയിപ്പ് കൊടുക്കാതെ ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല. ഇന്ന് സന്ധ്യയിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച് രക്ഷ ഒരുക്കി. രക്ഷിക്കപ്പെടണമെന്ന് എത്രയോ പ്രാവശ്യം കേട്ടിട്ടും മറുതലിച്ചൊരു മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓർത്തു, കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിച്ചാൽ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും.
ചിലരുടെയൊക്കെ മരണം പെട്ടെന്ന് സംഭവിക്കുന്നു. നമുക്ക് അതിൻ്റെ ഒന്നും മറുപടി അറിയില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇതിനെല്ലാം ഉത്തരവുണ്ട്. സ്വർഗത്തിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളത് മാത്രം ഓർത്താൽ മതി. ദൈവം ഇതെല്ലാം നിയന്ത്രിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുക. പ്രവചനപരമായ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാം. പ്രവചനപരമായി നാം ഓർത്തു 3-6 വരെയുള്ള അധ്യായങ്ങൾ പ്രോഫറ്റിക്കൽ സിഗ്നിഫിക്കൻസ്, പ്രവചനപരമായിട്ടുള്ള മാർമിക സത്യങ്ങൾ കിടപ്പുണ്ട്. ഇവിടെ രാജാവ് കണ്ട ഒരു വൃക്ഷം വളർന്ന് വലിയ വൃക്ഷമായി മാറി. ആ വൃക്ഷം വെട്ടിക്കളഞ്ഞു. അത് വീണ്ടും കിളിർത്ത് വീണ്ടും അത് ഫലകരമായി മാറുന്നു. നമ്മൾ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വൃക്ഷത്തോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്യമാണ് ആദ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് 21 അതിന്റെ 29 തൊട്ടുള്ള വാക്യം. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവീൻ, അവ തളിർക്കെന്ന് നിങ്ങൾ കാണുമ്പോൾ വേനലടുത്തിരിക്കുന്നെന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കുന്ന കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ. സകലവും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ ഇമ്പമുള്ള വാക്കുകൾ. അത്തി കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു ഇസ്രായേൽ രാഷ്ട്രമാണ്. മറ്റു വൃക്ഷങ്ങൾ ലോകരാഷ്ട്രങ്ങളാണ്. അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കും. ലോകരാഷ്ട്രങ്ങളെല്ലാം ശക്തിപ്പെട്ട് പ്രബലപ്പെടുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ദൈവരാജ്യം അടുത്തു എന്ന് അറിഞ്ഞുകൊള്ളുവാൻ കർത്താവ് പറഞ്ഞു. വചനത്തിൽ അനേക തെളിവുകളുണ്ട്. വൃക്ഷങ്ങളെ രാഷ്ട്രങ്ങളോട് പറഞ്ഞു. എസെക്കിയേൽ 31:3 അസ്രിയൻ കിങ്ഡം, അശ്ശൂർ രാജാവ് വാസ് എ സീഡർ ഇൻ ലെബനോൻ, ലെബനോനിലെ ദേവദാരുവാണ്. യെശയ്യാവ് 5 ആദ്യത്തെ 7 വാക്യം ഇസ്രായേൽ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ്. റോമർ 11 ഇസ്രായേൽ ദൈവത്തിന്റെ ഒലിവ് വൃക്ഷമാണ്, ജാതികൾ കാട്ടൊലിവാണ്. ദാനിയേൽ 4 ബാബിലോൺ സാമ്രാജ്യം നെബൂഖദ്നേസർ രാജാവിനെ വീണ്ടും ഒരു വൃക്ഷമായി കാണിച്ചു. യേശുക്രിസ്തു നമ്മോട് പഠിപ്പിച്ചു. അത്തി യഹൂദ രാഷ്ട്രം, അതിനോടുള്ള ബന്ധത്തിൽ മറ്റനേക വൃക്ഷങ്ങളും തളിർക്കും. ചരിത്രത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം സംഭവിക്കുമ്പോൾ ദൈവരാജ്യം അടുത്തെന്നറിയണം. ഞാൻ വീണ്ടും പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ചരിത്രത്തെ നമ്മൾ അപഗ്രഥിച്ച് നോക്കിയാൽ കഴിഞ്ഞ 50-55 വർഷത്തിനുള്ളിൽ ലോകരാഷ്ട്രങ്ങൾ പ്രബലമായതുപോലെ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടില്ലേ? 1-2 ലോകമായുധങ്ങൾ കഴിഞ്ഞാണ് ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. ലോകത്തിന് ഇത്രമാത്രം വ്യത്യാസം വന്നത്. ലോകത്തിൽ അനേക രാഷ്ട്രങ്ങളുണ്ടായത് 1945 1945 UN ഫോം ചെയ്യുമ്പോൾ 52 രാഷ്ട്രങ്ങളേ ഉള്ളൂ. ഇന്ന് ഏകദേശം 200-ലധികം രാഷ്ട്രങ്ങളുണ്ട്. അനേക വൃക്ഷങ്ങൾ. നമുക്കറിയാവുന്നതിൻ്റെ കാരണം സാമ്രാജ്യങ്ങൾ ലോകത്തിൽ ബ്രിട്ടീഷ് എംപയറും അതുപോലുള്ള എംപയർ സാമ്രാജ്യങ്ങൾ ലോകത്തിൽ സ്ഥാപിച്ച് ഭരിച്ചിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അവരൊക്കെ സ്വാതന്ത്ര്യം പ്രാപിച്ച് മോചനം പ്രാപിച്ചെന്ന് മാത്രമല്ല, അവർ ശക്തിപ്പെട്ടു പ്രബലപ്പെട്ടു. കർത്താവിൻ്റെ വാക്കുകൾ മുതലായ വൃക്ഷങ്ങൾ തളിർക്കുന്ന നിങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഇന്ത്യയെ തന്നെ ഒന്ന് നോക്കുകയും, ഒരു 50 വർഷം മുമ്പ് നാട്ടുരാജാക്കന്മാർ യുദ്ധം ചെയ്ത് വലിയ പുരോഗമനമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതിയോ ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ വലിയ ഒരു ശക്തിയായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. ചൈനയെ നോക്കുക, കറുപ്പടിച്ച് മടിയന്മാരായി കിടന്ന രാഷ്ട്രം 50 വർഷം കഴിഞ്ഞു വലിയ ശക്തിമാന്മാരായി കഴിഞ്ഞു. ലോകത്തിൽ അനേക രാഷ്ട്രം, മധ്യപൂർവ്വ ദേശം നോക്കിയേ, ഒരു 30 വർഷം മുമ്പ് അവരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ, ഒരു 30-40 വർഷം മുമ്പ് ചരിത്രമെടുത്താൽ അറേബ്യൻ രാജ്യങ്ങളൊക്കെ കഴുതപ്പുറത്ത് നടക്കുന്ന മനുഷ്യരും യാതൊരു പുരോഗമനമില്ലാത്ത രാഷ്ട്രങ്ങളായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതാണോ? ഗൾഫ് നാടുകളെല്ലാം സ്വാതന്ത്ര്യം പ്രാപിച്ച് പ്രബലപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ കർത്താവ് പറഞ്ഞു, അന്ത്യകാലമാകുമ്പോൾ ഈ രാഷ്ട്രങ്ങളെല്ലാം പ്രബലപ്പെട്ടു വരും. നോക്കുക, ഈ നെബൂഖദ്നേസർ രാജാവ് കണ്ടതുപോലെ അതെല്ലാം ശക്തിപ്പെട്ടപ്പോൾ നമ്മൾ ഓർക്കണം, ഇവർക്ക് പ്രൈഡും ഉണ്ടായി. നെബൂഖദ്നേസർ രാജാവിന് സംഭവിച്ച പോലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും പ്രൗഡായി. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്രീയ നേട്ടങ്ങൾ, അവന്റെ കയ്യിലുള്ള വെപ്പണുകൾ, ഓരോ രാഷ്ട്രീയ ഭരണകർത്താക്കളും പറയുന്ന അഹങ്കാരത്തിന്റെ വാക്കുകൾ ആർക്കും വിനയമില്ല. എവരി വൺ ഈസ് പ്രൗഡ്. വാസ്തവത്തിൽ ആ പ്രൗഡായതിന്റെ ഫലമായി ദൂതന്മാർ കൽപ്പിച്ചു, 7 വർഷം നിനക്ക് ഭ്രാന്ത് പിടിക്കും. എത്ര കൃത്യമാ! കർത്താവിന്റെ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ 7 വർഷം ഒരു മഹോപദ്രവ കാലഘട്ടം. രാഷ്ട്രങ്ങളെന്ന് ഭ്രാന്ത് പിടിച്ച പോലെ, നെബൂഖദ്നേസറിന് ഭ്രാന്ത് പിടിച്ച പോലെ ഭ്രാന്ത് പിടിക്കും. രാഷ്ട്രങ്ങൾ ഒന്നിച്ചുകൂടും. ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ യേശുക്രിസ്തു പറഞ്ഞു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമെന്ന് സംഭവിക്കും. 7 വർഷം ഭ്രാന്ത് പിടിച്ച പോലെ മനുഷ്യനായി മാറും. മനുഷ്യൻ കൊല്ലും,
അന്യോന്യം കൊല്ലും, സമാധാനം എടുത്തു കളയും, 2/3 ജനസംഖ്യയെ ഭൂമിയിൽ കൊന്നുകളയും. എന്തെല്ലാം സംഭവങ്ങൾ നടക്കും. സംഭവങ്ങൾ നടക്കുമെന്ന് മാത്രമല്ല, അത്യുന്നതനെതിരായിട്ട് വരെ അവർ വീമ്പിളക്കും. നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. ദൈവത്തിനെതിരായിട്ട് അത്യുന്നതനെ വെല്ലുവിളിക്കും. അന്തിക്രിസ്തു വെളിപ്പെട്ടു വന്ന് ദൈവാലയത്തിന് ദൈവമെന്നോ പൂജാവിഷയെന്നോ പേരുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായി മാറും. ദൈവത്തെ വെല്ലുവിളിക്കും. ഞാൻ ആ ദൈവമെന്ന് പറയും. ഈ നെബൂഖദ്നേസർ രാജാവിന്റെ അഹങ്കാരം പോലെ, അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ രാഷ്ട്രങ്ങൾ 7 വർഷത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. നീങ്ങുക മാത്രമല്ല, ഈ രാഷ്ട്രങ്ങളിൽ കൂടെ ഒന്നിച്ചുകൂടി യേശുക്രിസ്തുവിനെതിരായിട്ടും യുദ്ധം ചെയ്യും. നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളിലെ 2-ാം സങ്കീർത്തനം ഇത് മനോഹരമായിട്ട് എടുത്ത് പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം എടുത്താൽ അവിടെ ചെയ്ത പ്രസംഗത്തിൽ അതിൻ്റെ 25 വാക്യം നോക്കിയാട്ടെ. ഹേരോദ രാജാവും പീലാത്തോസും യഹൂദന്മാരും ജാതികളും കൂടെ ഒന്നിച്ചു ചേർന്ന് കർത്താവിനെതിരായിട്ട് വന്ന സംഭവമാണ് 25 വാക്യം. അവിടെ വായിക്കുന്ന നോക്കിയാട്ടെ. ജാതികൾ കലഹിക്കുന്നത്, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അതിൻ്റെ അഭിഷിക്തത്തിന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നുവെന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധന്മാർ അരുളിച്ചെയ്തവനേ. യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവും അവൻ്റെ മരണ പുനരുത്ഥാന ശേഷം ദൈവസഭയോടുള്ള ബന്ധത്തിലും നോക്കുക. സഭയെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തപ്പോൾ ഹേരോദ രാജാവും പീലാത്തോസും ജാതികളും യഹൂദന്മാരും ഒന്നിച്ചുകൂടി കർത്താവിനും അതുപോലെ തന്നെ അവൻ്റെ സഭയ്ക്കും വിരോധമായി ശക്തിപ്പെട്ടു വന്നതുപോലെ 2-ാം സങ്കീർത്തനം എടുത്തു നോക്കിയേ. 2-ാം സങ്കീർത്തനം 1-2 വാക്യം. സാംസ് 2:1-2. വീണ്ടും പീഡന കാലഘട്ടത്തിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. സാംസ് 2. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതെന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനു വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നതെന്ത്? അതിൻ്റെ താഴോട്ട് വായിച്ചാൽ 4-ാം വാക്യം. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവരെ പരിഹസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് വിരോധമായി, കർത്താവിന് വിരോധമായി ലോകം ഇങ്ങനെ ഒന്നിച്ചുകൂടിയെങ്കിൽ, പീഡന കാലഘട്ടത്തിൽ, ഭ്രാന്ത് പിടിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രങ്ങൾ വീണ്ടും ദൈവത്തിന് വിരോധമായി, ദൈവജനത്തിനും യഹൂദനും വിരോധമായി ശക്തമായ പീഡകളും എതിർപ്പുകളും അഴിച്ചുവിടും. ചുരുക്കി പറഞ്ഞാൽ, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ, അവൻ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരുന്ന കാണുമ്പോൾ അവനോട് തന്നെ യുദ്ധത്തിനായിട്ട് അവർ കൂടി വരും. വെളിപാട് ദിവസം 11-18 വാക്യം. Revelation 11:18. ജാതികൾ കോപിച്ചു, നിന്റെ കോപം വന്നു. The nations were enraged and thy wrath has come. The nations were enraged. ഈ ലോകരാഷ്ട്രങ്ങളൊക്കെ കോപിച്ചു, നിന്റെ കോപവും വന്നു. 2 കോപങ്ങൾ ഒന്നിച്ചു വരികയാണ്. വന്നിട്ട് 19 നോക്കിയാട്ടെ. അതിന്റെ ഫുൾഫിൽമെന്റ് 19:19. കുതിരപ്പുറത്തിരിക്കുന്നതിനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവന്റെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. യേശുക്രിസ്തു മടങ്ങി വരുന്ന കാണുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണുമ്പോൾ, ഭൂമിയിലെ രാജാക്കന്മാരും എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി തോക്കുമൊക്കെ അവനെതിരായിട്ട് അവർ നിരത്തി വെച്ച് വെടിവെക്കും. എന്ന് പറഞ്ഞാൽ ഈ ഭ്രാന്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ ചെന്ന് നിൽക്കുന്ന കാലഘട്ടം. അത്ര പ്രൗഡായിട്ട് മനുഷ്യൻ തീരുകയാണ്. എന്നാൽ ഈ 7 വർഷത്തിൽ ആ വൃക്ഷം വെട്ടിക്കളഞ്ഞ പോലെ ലോകരാഷ്ട്രങ്ങളെ തച്ചുടയ്ക്കും ദൈവം. തച്ചുടച്ച ശേഷം നമ്മൾ ദാനിയേൽ 4 വായിക്കുന്ന പോലെ അതിൻ്റെ ഒരു കുറ്റി ശേഷിക്കും. ആ കുറ്റിയിൽ നിന്ന്, ആ സ്റ്റമ്പിൽ നിന്ന് വീണ്ടും കിളിർത്തു വന്ന പോലെ യേശുക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ച മത്തായി 25:31-46 വരെ വായിച്ചാൽ വീണ്ടും രക്ഷപ്പെട്ട രാഷ്ട്രങ്ങൾ കർത്താവിനോടുകൂടെ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കും. കർത്താവിനോടുകൂടെ 1000 ആണ്ട് വാഴ്ചയിൽ രാഷ്ട്രങ്ങൾ പ്രവേശിക്കും. വാസ്തവത്തിൽ അതിൻ്റെ ഒരു ചിത്രം കൂടെ നമ്മളിവിടെ കാണുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വാണിംഗ് കൊടുത്തിട്ടൊന്നും ലോകരാഷ്ട്രങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലേ? നെബൂഖദ്നേസർ രാജാവ് മാനസാന്തരപ്പെടാഞ്ഞതുപോലെ വെളിപ്പാട് ദിവസം 9 എടുത്താട്ടെ. 9:20-21. ഈ ബാധകളാൽ, Revelation 9:20-21, ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോട് ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്നും വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകവും ക്ഷുദ്രം ദുർനടപ്പ് മോഷണം വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ഈ പീഡന കാലഘട്ടത്തിൽ ദൈവം അവരോട് ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ വീണ്ടും പ്രസംഗിക്കും. വലിയ പ്രസംഗം വീണ്ടും ലോകത്തിൽ നടക്കും. എന്നിട്ടും അവർ മാനസാന്തരപ്പെടുന്നില്ലേ? നെബൂഖദ്നേസർ രാജാവിന് സംഭവിച്ച പോലെ, വാസ്തവത്തിൽ ദാനിയേൽ 4 വായിച്ച പോലെ ലോകരാഷ്ട്രങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ.
നമുക്ക് വലിയ പാഠവും മുന്നറിയിപ്പും നാം വായിച്ച പോലെ ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഇത് എഴുതിയിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഈ ഭാഗങ്ങൾ നമ്മൾ ഇടയ്ക്കൊക്കെ എടുത്ത് ധ്യാനിക്കണം, നമ്മുടെ ധ്യാന വിഷയമായി മാറണം. ഇത്ര വലിയൊരു രാജാവിനെ എത്രയോ അധമനായിട്ട് അവനെ താഴ്ത്തി. ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ ബുദ്ധിയും നമുക്ക് കഴിവുകളും ഒക്കെ ദൈവം തന്നിരിക്കുമ്പോൾ ഈ ബുദ്ധിയുടെ ഒരു ഞരമ്പിന് എന്തെങ്കിലും കേടുപറ്റിയാൽ നമ്മൾ ഈ നെബൂഖദ്നേസറിനെ പറ്റിയ പോലെ സുബോധമില്ലാത്തവരായി മാറും. ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയും കരുതലും ഒക്കെ എത്ര വലുതാണ്. നമ്മളെത്രയോ വിനയപ്പെടാൻ ആവശ്യമാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവം വീണ്ടും വീണ്ടും നെബൂഖദ്നേസറിനോട് പലപ്പോഴും ദൈവം ഇടപെട്ട ശേഷം സ്വർഗത്തിലെ ദൂതന്മാരുടെ ഡിഗ്രി അവിടെ കടന്നു വന്നു. നമ്മൾ വളരെ ഭയത്തോടെ ഓർക്കണം, ദൂതന്മാർ നമ്മളെ വാച്ച് ചെയ്യുന്നു, നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ ഒരു കോർട്ടുണ്ട്, ആ കോടതിയിൽ നിന്നുള്ള വിധി പുറപ്പെട്ടു. നെബൂഖദ്നേസറിന് രാജാവിന് ന്യായവിധി വന്നു. നമ്മളെയും സ്വർഗം സൂക്ഷിക്കുന്നു, സ്വർഗം നമ്മളെ വാച്ച് ചെയ്യുന്നു. എ വാച്ചർ, എ ഹോളി വൺ, നമ്മളെ വാച്ച് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതൻ. നമുക്ക് പ്രാർത്ഥിക്കാം.